ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുക്കീസാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള കുക്കീസ് നമുക്ക് ഈസിയായി വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഡാർക്ക് കുക്കീസാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് കൊക്കോ പൗഡർ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്ക് കുക്കീസ് ആയത്. അപ്പോൾ ഡാർക്ക് അല്ല ഇഷ്ടമാണെങ്കിൽ കൊക്കോ പൗഡർ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വൈറ്റ് കുക്കീസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഈ കുക്കീസ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിന് പകരം ഗോതമ്പ് പൊടി ആയാലും ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കുക്കീസ് മൈദ കൊണ്ടായതുകൊണ്ടാണ് ഞാനിപ്പം മൈദ എടുത്തത്. പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ 1/2 സ്പൂൺ, ഒരു നുള്ളു ഉപ്പും. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ അല്ല നമ്മുടെ കയ്യിലുള്ളത് ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/2 ടീസ്പൂൺ. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായി മിക്സായി കിട്ടും. ഇനി ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ ഇതിന് പകരം ഡാൽഡയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും ഉപയോഗിക്കാം. ബട്ടറായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ബട്ടർ ആദ്യം തന്നെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുത്തു. ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ മുട്ട ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക്, അതുപോലെ കുക്കീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം, അതായത് മൈദ, ബട്ടർ, അതുപോലെ മുട്ട, അങ്ങനെ സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെയാണ് ഇത് സൂക്ഷിക്കുന്നതെങ്കിൽ ഉപയോഗിക്കുന്നതിനും 1-2 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ച് അതിന് റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രം ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതൊന്നും ശരിക്കും ബേക്കായി കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാറ്റുല വെച്ചിട്ട് അതുപോലെ വെറുതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം, അധികം ബീറ്റ് ചെയ്യരുത്. പൊടികൾ ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് പൊടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കൊക്കോ പൗഡർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കൊക്കോ പൗഡർ ഒഴിവാക്കി മൈദ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കൊക്കോ പൗഡർ അധികമാവാതെ ശ്രദ്ധിക്കണം. കൊക്കോ പൗഡർ അധികമായി കഴിഞ്ഞാൽ ഒരു കയ്പ് ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. ഇപ്പം ഞാനിവിടെ എല്ലാ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇത് കുറച്ച് കട്ടിയുള്ള മാവായിരിക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ അത്ര കട്ടിയല്ല, എന്നാലും കുറച്ച് ലൂസ് മാവ് ആവരുത്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോ കുഞ്ഞു ബോൾസ് എടുത്ത് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഒരു കുക്കിയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്കതൊന്ന് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ പേപ്പർ വെച്ച് കൊടുക്കണം, ബട്ടർ പേപ്പർ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തൊട്ട് കൊടുത്താലും മതി. ഇപ്പം എൻ്റെ പേപ്പർ കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി ഓവൻ ആയാലും തന്നെ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി 160 ഡിഗ്രിയിൽ തന്നെ. വാട്ടൊക്കെ കുറച്ചിടണം കേട്ടോ. ഞാൻ നന്നായി വാട്ട് കുറച്ചിട്ടിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്കൊരു ട്രേയിൽ കുക്കീസ് വെച്ചിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ട് ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്യണം. അപ്പം ഓവനിലായാലും കുക്കറിലായാലും ഒരേപോലെ ബേക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കുക്കി ഒന്ന് സ്പ്രെഡായിപ്പോയി. അപ്പം നമ്മളിത് എപ്പോഴും വെക്കുമ്പോൾ നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കണം. അതായത് ഇതൊന്ന് വീർക്കും, അപ്പോൾ ഒന്ന് വട്ടം കൂടി വരും. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് ഗ്യാപ്പ് ഇട്ട് വെക്കണം. ഞാൻ കുറച്ച് അടുത്ത് വെച്ച് പോയി, അപ്പോൾ എല്ലാം കൂടി ഒന്ന് സ്റ്റിക്കി ആയിപ്പോയി. പക്ഷെ ടേസ്റ്റൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് കുക്കീസ് ഇവിടെ റെഡിയായി. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം.